ജാനുവരി 31, 1996 ബോയിലിംഗ് ബ്രൂക്സ്, ഇലിനോയ്സിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്നത്തെ ദിവസം 13 വയസ്സുള്ള റേച്ചൽ മറി എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ ഒരു -20 ആയിരുന്നു കേട്ടോ തണുപ്പുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്നോഫോൾ ഉള്ളൊരു ദിവസമായിരുന്നു അന്ന്. തൊണ്ടവേദന കാരണമായിരുന്നു അന്ന് ആ കുട്ടി സ്കൂളിൽ പോകാതിരുന്നത്. BJ വാർഡ് മിഡിൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു റേച്ചൽ. എന്നാൽ അന്നത്തെ ആ ഒരു ദിവസത്തിന് ശേഷം ആരും തന്നെ റേച്ചലിനെ കണ്ടിട്ടില്ല. അന്ന് വീട്ടിൽ റേച്ചൽ ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. അവിടെ ഈ റേച്ചലിന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള വിൻസെന്റ് എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ ഒരു 10:45 ടൈമിൽ റേച്ചൽ തന്റെ ഗ്രാൻഡ് മദറിനെ വിളിക്കുകയാണ്. സാധാരണഗതിയിൽ എന്താ പറയുക, ഒരു മുത്തശ്ശിയും അതുപോലെ തന്നെ പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അത്. ക്രിസ്മസിന് തന്ന ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ റേച്ചൽ സംസാരം നിർത്തി പതിഞ്ഞ സൗണ്ടിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതായത് വിസ്പർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ചോദിച്ചു, അവൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. ആ ആൾ വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റേച്ചൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതായിരുന്നു റേച്ചൽ അമ്മൂമ്മയോട് സംസാരിച്ച അവസാന വാക്കുകൾ. അതിനുശേഷം ഈ ഒരു വിൻസെന്റ് പോലീസിന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം അവർ നിന്റെൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 1:30 ടൈമൊക്കെ ആയപ്പോൾ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് റേച്ചൽ തൻ്റെ റൂമിലോട്ട് കിടക്കാനായിട്ട് പോയി. ഇയാളത് കഴിഞ്ഞ് ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ബ്ലൂ ബ്ലാങ്കറ്റ് ആ ഒരു പെൺകുട്ടി പൊതച്ച് തൻ്റെ തലയണയിൽ തലവെച്ചിങ്ങേറ്റ് കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. അതിനുശേഷം അയാൾ ആ വീട്ടിലത്തെ ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു വൈറ്റ് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു, ആ നായയും കൊണ്ട് പുറത്ത് നടക്കാനിറങ്ങിയ ടൈമിൽ ആൾ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പറയുമ്പോൾ അത്രയും തണുപ്പുള്ള അതേപോലെ സ്നോഫോളൊക്കെ ഉള്ള ആ ഒരു ടൈമിലാണ് ആള് ആ ഒരു നായയും കൊണ്ട് നടക്കാനിറങ്ങിയത്. ഒരു 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആള് നായയുമായിട്ട് നടക്കാനിറങ്ങിയപ്പോൾ. അതിന് തൊട്ടു മുൻപ് അയാൾ ഈ ഒരു റേച്ചലിന്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ റേച്ചൽ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് ആൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ആൾ നായയും കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നായയുടെ കോളർ ലൂസ് ആവുകയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരു മുയൽ ചാടിപ്പോകുന്നത് കണ്ടിട്ട് ഈ നായ അതിൻ്റെ പിന്നാലെ പോയതായിട്ടാണ് ഇയാൾ പറയുന്നത്. പിന്നീട് ഒരു അരമണിക്കൂറിന് ശേഷം ആൾ തിരിച്ചു വരുന്ന സമയത്ത് ആൾ ഒറ്റക്കായിരുന്നു വന്നത്, നായ കൂടി ഉണ്ടായിരുന്നില്ല. നായ കെട്ടഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഒരു വിൻസെന്റ് ഈ റേച്ചലിനെയോ അതേപോലെ തന്നെ നായയോ കുറിച്ച് യാതൊന്നും അന്വേഷിച്ചില്ല. പിന്നീട് ഒരു 3:15 കഴിഞ്ഞ ടൈമിലാണ് 6.5 വയസ്സുള്ള ആഷ്ലി എന്ന് പറയുന്ന റേച്ചലിന്റെ സിസ്റ്റർ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. ഈ ആഷ്ലി നേരെ റേച്ചലിന്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ റേച്ചലിനെ കാണാനില്ല. അപ്പോൾ ഈ വിൻസെന്റിന്റെ അടുത്ത് വന്നിട്ട് റേച്ചൽ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആളും പ്രത്യേകിച്ചൊരു മറുപടിയും ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞില്ല. അതിനുശേഷം വൈകുന്നേരം ഒരു 4:30യും 5:00ന്റെയും ഇടയിൽ ഒരാൾ ആ ഒരു ഡോഗിനെ കൊണ്ട് ഇവരുടെ വീട്ടിലാക്കി കൊടുക്കുകയാണ്. അത് അഴിഞ്ഞു പോയത് അയാൾ കണ്ടിട്ട് ആൾ ആ ഒരു ഡോഗിനെ അവരുടെ വീട്ടിലാക്കിയതായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഏമി എന്ന് പറയുന്ന റേച്ചലിന്റെ അമ്മയും അതേപോലെ തന്നെ റേച്ചലിന്റെ ചെറിയൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ ഒരു വീട്ടിലോട്ട് എത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഈ റേച്ചലിനെ കാണാനില്ല എന്നുള്ളൊരു വിവരം മനസ്സിലാക്കി അവരുടനെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ ഒരു കേസിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റേച്ചൽ ആ ഒരു ബ്ലൂ ബ്ലാങ്കറ്റ് പൊതിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ബ്ലാങ്കറ്റോട് കൂടിയാണ് മിസ്സായിട്ടുള്ളത്. സാധാരണ ഒരു -20 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പുറത്തോട്ട് പോകുമ്പോൾ ഷൂ, കോട്ട്, ബാക്കി ജാക്കറ്റ് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ അന്നത്തെ ദിവസം റേച്ചൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തൻ്റെ ഷൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല, തൻ്റെ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, താൻ എവിടെ പോകുമ്പോഴും എടുക്കുന്ന തൻ്റെ വാക്ക്മാൻ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആ പെൺകുട്ടിക്ക് ഒരിക്കലും തൻ്റെ ഷൂവും അതുപോലെ തന്നെ കോട്ടും ഇല്ലാതെ ആ ഒരു ക്ലൈമറ്റിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ റേച്ചലിന് എന്താണ് പറ്റിയത്? ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? പോലീസിൻ്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഈ ഒരു റേച്ചൽ മിസ്സിംഗ് കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഇലിനോയ്സിലെ മെൽറോസ് പാർക്കിലുള്ള ജെഫ് ഏമി ദമ്പതികൾക്ക് 1982 ഒക്ടോബർ 13 ഈ ഒരു റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടി ജനിക്കുന്നത്. ഈ പെൺകുട്ടി ജനിച്ച് അധികമാകുന്നതിന് മുൻപ്, അതായത് ഈ പെൺകുട്ടിക്ക് ഒരു 3 വയസ്സാകുന്നതിന് മുൻപ് ഏമിക്കും ജെഫിനും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. അതിനുശേഷം ഏമി വളരെ പെട്ടെന്ന് തന്നെ വിൻസെന്റിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ഈ 1996 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് റേച്ചൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സ്കൂളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നൈബേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതുപോലെ വലുതാകുമ്പോൾ ടീച്ചറാകണമെന്നായിരുന്നു റേച്ചലിൻ്റെ ആഗ്രഹം.
അപ്പോൾ റേച്ചലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കാരി പറയുന്നതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അത്രയും ആക്റ്റീവായിട്ടായിരുന്നു റേച്ചൽ നിന്നിരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ റേച്ചലിന് സ്കൂളിലൊക്കെ നല്ല മാർക്കുണ്ട്, അതുപോലെ തന്നെ ഒരുപാടധികം ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതായത് പക്ക അടിപൊളി ഒരു ലൈഫായിരുന്നു പുറമേ നോക്കുമ്പോൾ. എന്നാൽ വീട്ടിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1990 അതായത് വിൻസെൻറ്റിൻ്റെയും എമിയുടെയും കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ ടൈമിൽ ഈ വിൻസെൻ്റ് എമിയെ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടുമായിരുന്നു. അതിനുശേഷം ഇവർ ഒരു റിസ്ട്രെയിനിങ് ഓർഡർ വാങ്ങിച്ചു. എന്നാൽ അതിനുശേഷം ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യായിരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചായി. പിന്നീട് ഇവർക്കിടയിൽ അടി ഉണ്ടാവും. അതിനുശേഷം ഇവർ വീണ്ടും ഒരുമിച്ചാവും. എന്നാൽ ഇതിനിടയിൽ പെട്ടുപോയത് ഈ റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. പല സമയങ്ങളിൽ അടി ഉണ്ടാക്കുന്ന ടൈമിൽ ഈ വിൻസെൻ്റ് ഏമിയെയും കൊല്ലും, അതേപോലെ തന്നെ റേച്ചലിനെയും കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റേച്ചലിനെ സ്വന്തം മകളെ പോലെ ഈ ഒരു വിൻസെൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 1995 സ്പ്രിംഗ് ടൈമിൽ റേച്ചൽ സ്വന്തം വീട് വിട്ട് ഓടിപ്പോവാണ്. അധികം ദൂരമൊന്നും പോയില്ല, തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആ പെൺകുട്ടി അവിടെ നിന്നു. അതിനുശേഷം സ്റ്റെപ്പ് ഗ്രാൻഡ് പാരൻസ് ആ പെൺകുട്ടിയെ കണ്ടെത്തി തിരിച്ച് ആ ഒരു വീട്ടിൽ തന്നെ കൊണ്ടാക്കുകയായിരുന്നു. അന്നത്തെ സമ്മർ വെക്കേഷൻ, അതായത് ആ വർഷത്തെ സമ്മർ വെക്കേഷന് തൻ്റെ അച്ഛനായിട്ടുള്ള, അതായത് സ്വന്തം അച്ഛനായിട്ടുള്ള ജെഫിൻ്റെ അടുത്തോട്ട് ഈ ഒരു പെൺകുട്ടി പോവുകയായിരുന്നു. ഡല്ലാസ് ടെക്സാസിലായിരുന്നു ജെഫ് താമസിച്ചിരുന്നത്. എന്നാൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരാൻ റേച്ചലിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ തന്നെ നിൽക്കുള്ളൂ, എന്നെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം കാല് പിടിച്ച് നോക്കി. എന്നാൽ ഈ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നടക്കുന്നത് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറയുക, പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. പിന്നെ ഈ പെൺകുട്ടിയെ കാണാതാകുന്നതിനും ഒരു ദിവസം മുൻപ്, അതായത് ജാനുവരി 30, 1996 ആ പെൺകുട്ടി അവിടെ ലോക്കർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്കൂളിൽ, അവിടെ ഇരുന്ന് കരയുന്നതായിട്ട് സുഹൃത്തുക്കൾ കാണുകയാണ്. അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്നുള്ളത് ആ പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുകയായിരുന്നു. എന്നാൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ആ പെൺകുട്ടി പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. റേച്ചലിൻ്റെ തിരോധാനത്തിന് ശേഷം റേച്ചലിൻ്റെ മുറി പോലീസുകാർ പരിശോധിച്ചപ്പോൾ റേച്ചലിൻ്റെ പില്ലോയുടെ അടിയിൽ നിന്ന് ഒരു കത്തി പോലീസിന് ലഭിക്കുകയാണ്. കളിക്കണ കത്തിയൊന്നുമല്ല, ഒറിജിനൽ കത്തി. ഒരു പെൺകുട്ടി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി തനിക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഇതേപോലെ ഒരു കത്തി തൻ്റെ സ്വന്തം വീട്ടിൽ തൻ്റെ തലേണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡാർക്ക് അവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു പെൺകുട്ടി ആ ടൈമിൽ കടന്നു പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു മുറി പരിശോധിച്ചപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ റേച്ചലിൻ്റെ ഡയറിയും പോലീസിന് ലഭിക്കുകയാണ്. അതിലും ഡാർക്കായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. 1996 ഓഗസ്റ്റ് 7 ആ പെൺകുട്ടി ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുക എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിൻസെൻ്റ് ആ പെൺകുട്ടിയുടെ മുറിയിലോട്ട് വരികയും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താ പറയുക ടച്ച് ചെയ്യുകയും അതുപോലെ തന്നെ കിസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ബാക്കിയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോശം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും, അപ്പോൾ അതിനൊരു അവയർനെസ് എന്നുള്ള പോലെയാണ് ഇയാൾ ചെയ്തതെന്നുള്ളൊരു നിലയ്ക്ക് അയാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞതായിട്ടൊക്കെയാണ് ആ പെൺകുട്ടി ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പോലീസുകാർ നോക്കുമ്പോൾ എന്താ പറയുക മാന്തിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വിൻസെൻറ്റിൻ്റെ നേരേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളായിരുന്നു പോലീസിന് ലഭിച്ചത്. എന്നാൽ ഡയറക്റ്റായിട്ട് ആ ഒരു കേസുമായിട്ട് ഇയാളെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചില്ല. അപ്പോഴത്തേനും ഈ ഒരു കേസ്, അതായത് റേച്ചലിനെ കാണാനില്ല എന്നുള്ള വിവരം ആ ഒരു ഏരിയയിൽ മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേച്ചലിൻ്റെ ഫ്രണ്ട്സും അവരുടെ പാരൻസും എല്ലാവരും ആ ഒരു കൊടും തണുപ്പിൽ റേച്ചലിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ കാട് പോലുള്ള ഏരിയകൾ, പാർക്കുകൾ, അതേപോലുള്ള സ്ഥലങ്ങളിലെല്ലാം റേച്ചലിൻ്റെ പേര് വിളിച്ച് അവർ അന്വേഷിച്ചു. എന്നാൽ റേച്ചലിൻ്റെ എന്താ പറയുക ഒരു പൊടി പോലും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. തൻ്റെ മകളെ കാണാതായത് അറിഞ്ഞ റേച്ചലിൻ്റെ യഥാർത്ഥ അച്ഛനായിട്ടുള്ള ജെഫ് ഉടനെ തന്നെ അവിടുത്തെ ജോലി ക്വിറ്റ് ചെയ്ത് തൊട്ടടുത്ത ഫ്ലൈറ്റിൽ നേരെ ഇലിനോയ്സിലോട്ട് വരികയാണ്. അതിനുശേഷം ആൾ നേരെ റേച്ചലിൻ്റെ മുറിയിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയുടെ വാക്ക്മാൻ കിടക്കുന്നുണ്ടായിരുന്നു. ആ വാക്ക്മാൻ അത് ആളെടുത്ത് ചേട്ടിൽ വെച്ചു. എന്നിട്ട് അവസാനമായിട്ട് പ്ലേ ചെയ്ത പാട്ട് വെച്ചപ്പോൾ ഹാൻഡ് ഇൻ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടായിരുന്നു അതിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വെക്കേഷൻ ടൈമിൽ ആളുടെ അടുത്ത് ഈ പെൺകുട്ടി വന്ന ടൈമിൽ അത് തൻ്റെ ഫേവറേറ്റ് സോങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാട്ടും കേട്ട് ആള് എന്ത് ചെയ്യുന്ന അറിയാതെ ഇരിക്കുകയായിരുന്നു. ജെഫ് വിൻസെന്റിനോട് ചോദിച്ചു റേച്ചൽ എവിടെ പോയി എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു വിൻസെന്റ് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പട്ടിയുമായിട്ട് നടക്കാൻ പോയ സമയത്ത് ഫ്രണ്ടിലത്തെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ടൈമിൽ അവൾ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുന്നു. വളരെ കാഷ്വലായിട്ട് അയാൾ മറുപടി പറയുകയായിരുന്നു. പിന്നീട് പോലീസുകാർ വലിയൊരു സെർച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ലാൻഡിലും അതുപോലെ തന്നെ എന്താ പറയുക ഹെലികോപ്റ്ററിലും ഒക്കെ അവർ സെർച്ച് ചെയ്തു. അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിനൊക്കെ ഇറക്കി സെർച്ച് ചെയ്തു. അതുപോലെ തന്നെ അടുത്തുള്ള എന്താ പറയുക വെള്ളമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ചെറിയ കുളങ്ങളും കാര്യങ്ങളും, അവിടെ എല്ലാം ഈ ഒരു പെൺകുട്ടിയെ അവർ അന്വേഷിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടി അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിനൊക്കെ ശേഷമാണ് ആ വീട്ടിലത്തെ ഗ്യാരേജും ഈ ഒരു വിൻസെന്റിന്റെ കാറും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുന്നത്. എന്നാൽ അവിടെ നിന്നൊന്നും തന്നെ പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലായിടത്തും ഈ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ. ഇനി ഡെല്ലാസിലുള്ള തൻ്റെ അച്ഛനെ കാണാനായിട്ട് ആ പെൺകുട്ടി പോകാൻ ശ്രമിച്ചതാണെങ്കിലോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്തായിരുന്നു കേട്ടോ അത്. അതിനിടയിൽ വിൻസെന്റിനെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് വിധേയനാക്കി. ആ ടെസ്റ്റിൽ അയാൾ ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി. എന്നിട്ടും വലിയൊരു ഡെവലപ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റേച്ചലിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ചിലർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു വിൻസെന്റിൽ നിന്ന് റേച്ചൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ്. സോ ആ ഒരു പ്രഗ്നൻസി മറക്കുന്നതിന് വേണ്ടിയിട്ട് വിൻസെന്റ് റേച്ചലിനെ കൊന്നതാണ് എന്നുള്ള ഒരു തിയറിയാണ് അവിടെ ഉണ്ടായത്. എന്നാൽ അതിനുശേഷം 2000-ലാണ് ഇയാൾക്കെതിരെ ജൂറി ഒരു വാറണ്ട് പുറപ്പെടുവിക്കുന്നത്, ഇയാളുടെ DNA സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിനും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അങ്ങനെ പോലീസുകാർ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 9 മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തു. ഇയാളുടെ DNA സാമ്പിൾസും കാര്യങ്ങളും എല്ലാം എടുത്തു. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൽ അയാൾ പൂർണ്ണമായിട്ടും സഹകരിച്ചില്ല. ഒരുപാടധികം ചോദ്യങ്ങൾ പോലീസുകാർ ചോദിച്ചതിനൊന്നും തന്നെ ഇയാൾ മറുപടിയും പറഞ്ഞില്ല. പക്ഷേ ഇയാളും ആ ഒരു പെൺകുട്ടിയുടെ തിരോധാനവും തമ്മിൽ ഡയറക്റ്റായിട്ട് ലിങ്ക് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ആ ഒരു കേസും കാര്യങ്ങളൊന്നും നിന്നില്ല. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിയും വിൻസെന്റും പൂർണ്ണമായിട്ടും പോലീസിനോട് സഹകരിക്കുന്നത് നിർത്തുകയായിരുന്നു. അതിനുശേഷം 2002 ടൈമിൽ ഈ എന്താ പറയുക റേച്ചലിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് അതായത് ആ നാട്ടിലെ ആളുകൾ ഈ പെൺകുട്ടിയുടെ സ്മരണാർത്ഥം ഒരു മരം നടുകയായിരുന്നു, ഒരു മെമ്മോറിയൽ എന്നുള്ളൊരു രീതിയിൽ. ആ ഒരു സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരും വിശ്വസിക്കുന്നുണ്ട് റേച്ചലിനെ വിൻസെന്റ് കൊലപ്പെടുത്തിയതാണെന്നുള്ളത്. എന്നാൽ ബോഡി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല, ഒരു ഫോറൻസിക് എവിഡൻസും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു ക്രൈമിനെ ബന്ധിപ്പിക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഈ ഒരു കേസ് കോർട്ടിൽ നിൽക്കില്ല. അതുകൊണ്ട് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസുകാർ പറഞ്ഞത്. എന്നാൽ ആ ഒരു സമയത്താണ് അതിലും ഡാർക്കായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഈ ഒരു കേസിൽ വരുന്നത്. ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ലീഡ് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഡ്രൂ പീറ്റേഴ്സൺ എന്നായിരുന്നു ആളുടെ പേര്. 2004 ആളുടെ 3ാമത്തെ ഭാര്യയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്. പിന്നീട് 2007 ആളുടെ 4ാമത്തെ ഭാര്യയെ കാണാതായിട്ടുണ്ടായിരുന്നു. അവരെവിടെ പോയി എങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ളൊരു മർഡർ ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു കേസ് ആ സമയത്ത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അയാളും വിൻസെന്റും തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നെന്നും അയാളാണ് ഈ തെളിവുകളെല്ലാം തന്നെ നശിപ്പിച്ചതെന്നും ഉള്ളൊരു രീതിയിലുള്ള തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ കൊണ്ടൊന്നും നിന്നില്ല. 2003 ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഈ ഒരു വിൻസെന്റിനെതിരെ വരികയാണ്. അതും ഒരു മൈനറിനെതിരെയായിരുന്നു അയാൾ അത് ചെയ്തത്. പിന്നീട് 2017 വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കിയ വേറൊരു കേസും കൂടെ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഈ ഒരു കേസിൽ റേച്ചലിന്റെ യഥാർത്ഥ അച്ഛനായിട്ടുള്ള ജെഫ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് അന്വേഷിച്ച പോലീസുകാർ തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് അന്നത്തെ ദിവസം അവർ വീട് പരിശോധിച്ചപ്പോൾ ആ ഗ്യാരേജും അയാളുടെ കാറും പരിശോധിച്ചിരുന്നെങ്കിൽ റേച്ചൽ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാനേ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഈ ഒരു കേസിൽ സംഭവിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റേച്ചലിന്റെ അമ്മയായിട്ടുള്ള ഏമി പോലീസിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട്, റേച്ചലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതായത് കാണാതായ സ്വന്തം മകളെ പോലീസുകാർ നല്ല വൃത്തിക്ക് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. പിന്നീട് അവിടെ നിന്ന് എന്താ പറയുക താമസം മാറി പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പൂർണ്ണമായിട്ടും ആ പോലീസുകാരോടുള്ള സഹകരണം അവർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഇലിനോയ്സിൽ നിന്ന് ടെന്നസിയിലോട്ടാണ് കേട്ടോ അവർ മാറിയത്. അതേപോലെ തന്നെ 2001 ഈ ഏമി ഒരു കാര്യം ക്ലെയിം ചെയ്യുകയുണ്ടായി. 3 തവണ ഏകദേശം 3 മിനിറ്റോളം ദൈർഘ്യമുള്ള കോളുകൾ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നും അത് റേച്ചലാണെന്നുള്ളൊരു രീതിയിലുമാണ് അവർ പറഞ്ഞത്. എന്നാൽ
അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് അവരിങ്ങനെ പറഞ്ഞു, ഓക്കെ എൻ്റെ മോളെന്നെ വിളിച്ചു എന്നുള്ളത്, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു കേസിൻ്റെ വളരെ ഡാർക്കായിട്ടുള്ളൊരു ഭാഗം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്വന്തം അമ്മ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടില്ല എന്നുള്ളതാണ്. മേ ബി അവരുടെ ഒരു ഗിൽറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. അതായത് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അതായത് വിൻസെൻ്റ് ഇത് ചെയ്തു എന്നുള്ളൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ കാരണമായിരിക്കില്ലേ എന്നുള്ളൊരു ഗിൽറ്റ് ഫീൽ കൊണ്ടായിരിക്കാം അവർ വിൻസെൻറ്റിൻ്റെ ഒപ്പം നിന്നത്. എന്നാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ ഡയറിയും കാര്യങ്ങളും എല്ലാ തെളിവുകളും ഉണ്ട് ഇയാളാണ് ഇത് ചെയ്തതെന്നുള്ളതിനായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ച. ഡയറക്റ്റായിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ. എന്നാലും ഒരു അമ്മ എന്നുള്ള നിലക്ക് ആ ഒരു സ്ത്രീക്ക് അതിനെങ്ങനെ സാധിച്ചു എന്നുള്ളത് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. റേച്ചലിനെ കാണാതായതിനു ശേഷം ഈ റേച്ചലിൻ്റെ അച്ഛൻ ഇലിനോയ്സിൽ സ്ഥിരതാമസാക്കുകയായിരുന്നു. പിന്നീട് എന്താ പറയുക, 10-29 വർഷമായിട്ട് ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. എന്നെങ്കിലും റേച്ചൽ വിളിച്ചാലോ എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ആളങ്ങനെയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ 2016 ടൈമിൽ റേച്ചലിൻ്റെ ഫാമിലി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫേമിനൊക്കെ ഈ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വലിയൊരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. പിന്നീട് റേച്ചലിനെ കാണാതായ 25 വർഷത്തിന് ശേഷം നാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ റേച്ചലിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് റേച്ചൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 42 വയസ്സ് പ്രായം ഉണ്ടാവും. പിന്നെ ഈ ഒരു കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, തുമ്പ് കൊടുക്കുന്ന, ഈ അറസ്റ്റിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തുമ്പ് കൊടുക്കുന്ന ആളുകൾക്ക് പ്രഖ്യാപിച്ച $10,000 ഇനാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കേസ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കേസാണ്. കാര്യം വിൻസെൻറ്റിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും ഇന്നും അൺസോൾവ്ഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കേസാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.